For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വ്യാഴാഴ്ച കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരെ തുടങ്ങുന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി തലപുകയ്ക്കുകയാണ്. ആരെയൊക്കെ ഓപ്പണിംഗിന് ഇറക്കും, ആരെ പുറത്തിരുത്തും, ആകെ കൺഫ്യൂഷനിലാണ് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഓപ്പണർമാരുടെ മികച്ച ഫോമാണ് ഇന്ത്യൻ നായകനെ വലയ്ക്കുന്നത്. 304 റൺസിന്റെ വമ്പൻ ജയം നേടിയ ഒന്നാം ടെസ്റ്റിൽ പനി കാരണം കളിക്കാതിരുന്ന ലോകേഷ് രാഹുൽ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ശാരീരിക ക്ഷമത കണ്ടെത്തിയതോടെയാണ് കോഹ്ലിക്കും ടീം ഇന്ത്യയ്ക്കും മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നത്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്ത അഭിനവ് മുകുന്ദും ശിഖർ ധവാനും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആദ്യ 11-ൽ സ്ഥാനം കണ്ടെത്തിയത്. പരിക്കേറ്റ മുരളി വിജയ് പുറത്തായപ്പോഴായിരുന്നു ശിഖർ ധവാന് പരമ്പരയിലേക്ക് വിളിവന്നത്. ടീമിലുണ്ടായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നുറപ്പില്ലാതിരുന്ന അഭിനവ് മുകുന്ദിന് തുണയായത് രാഹുലിന്റെ പനിയും. എന്നാൽ ആദ്യ ടെസ്റ്റിൽ ഇരു താരങ്ങളും കളിക്കാൻ കിട്ടിയ അവസരം മുതലെടുത്തു. ഒന്നാം ഇന്നിംഗ്സിൽ ധവാനും രണ്ടാം ഇന്നിംഗ്സിൽ മുകുന്ദും ഫോമിലേക്ക് ഉയർന്നു. ആദ്യ ഇന്നിംഗ്സിൽ ധവാൻ നേടിയതാകട്ടെ 190 റൺസായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ 12 റൺസ് നേടിയ തമിഴ്നാട്ടുകാരൻ മുകുന്ദ് രണ്ടാം ഇന്നിംഗ്സിൽ വിമർശകരുടെ വായടപ്പിച്ചു. 81 റൺസ് നേടിയായിരുന്നു ടീമിൽ തന്റെ സ്ഥാനം ചോദ്യം ചെയ്തവർക്ക് മുകുന്ദ് മറുപടി നൽകിയത്. എന്തായാലും ഓസ്ട്രേലിയക്കെതിരായി നാട്ടിൽ നടന്ന പരമ്പരയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ലോകേഷ് രാഹുൽ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടെസ്റ്റിൽ രാഹുൽ തിരിച്ചെത്തുമ്പോൾ ആരെ പുറത്തിരുത്തുമെന്നാണ് കോഹ്ലി തലപുകഞ്ഞ് ആലോചിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ടെസ്റ്റിൽ തകർപ്പൻ ജയമായിരുന്നു ഇന്ത്യ നേടിയത്. ഒരു ടീമെന്ന നിലയിൽ ഇന്ത്യ ഒത്തിണക്കത്തോടെ കളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടെസ്റ്റിലും അതേ ടീമിനെ നിലനിർത്തുകയാകും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കായിക ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.